ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അധികമാരുടെയും കണ്ണിൽപ്പെടാതെ കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ആ വാഹനം അവരെയും കൊണ്ട് എത്തിച്ചേർന്നത്. വണ്ടി പാർക്ക് ചെയ്ത ശേഷം വീരമണി അവർക്കായി അറേഞ്ച് ചെയ്ത ഒരു പഴയ വീടിനകത്തേക്ക് നമിതയും സഞ്ജയും കയറി ചെന്നു. വീരമണി അവിടെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ സുരക്ഷിതമായി തന്നെ അവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം അയാൾ പ്രകടമാക്കുകയും ചെയ്തു. അവർ എത്താൻ വൈകിയപ്പോൾ അനുഭവിച്ച ടെൻഷനെക്കുറിച്ച് സഞ്ജയോട് പറയുകയും ചെയ്തു. വീരമണി എങ്ങനെയാണ് അവിടെ നിന്ന് ഇവിടേക്ക് എത്തിയതെന്നാണ് സഞ്ജയ്ക്ക് അറിയേണ്ടിയിരുന്നത്. വീരമണി ഒരു പുഞ്ചിരിയോടെ കാര്യങ്ങൾ വിശദീകരിച്ചു. നമിത വിളിച്ചിട്ട് നിങ്ങൾ ആ ജനറലിന്റെ കോട്ടയ്ക്കുള്ളിൽ സ്റ്റക്കായെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു. നമിതയാണ് പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ചത്. വീരമണിയാണ് അവിടെ ലോക്കൽസിനെ ഓർഗനൈസ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത്. സത്യം പറഞ്ഞാ നമ്മളിപ്പോ സേഫായി ഇവിടെ എത്തിയതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് ഈ വീരമണിയോടാ. സഞ്ജയ് നിറഞ്ഞ നന്ദിയോടെ വീരമണിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. താങ്ക് യു വീര. ഈയൊരു മിഷൻ മുന്നോട്ടു പോകാൻ ഇയാൾ ചെയ്തു തന്ന ഈ ഉപകാരം എത്ര വലുതാണെന്നറിയാവോ? പെട്ടെന്നാണ് മറ്റൊരാൾ ആ മുറിയിലേക്ക് കയറി വന്നത്. മുഴക്കമുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാണ് സഞ്ജയും കൂട്ടരും തിരിഞ്ഞു നോക്കിയത്. വെൽക്കം ബാക്ക് സഞ്ജയ്. താൻ ശരിക്കും ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു കേട്ടോ. മേജർ ഭക്ഷിയുടെ വരവ് കണ്ട സഞ്ജയ് ആകെ അമ്പരന്നു പോയി. അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തന്റെ അമ്പരപ്പവൻ പ്രകടിപ്പിച്ചതും മേജർ ഒരു പുഞ്ചിരിയോടെ അവന്റെ മുന്നിലേക്ക് ചെന്നു. തന്നെ അവിടെ പിടികൂടിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. ആസാദ് ഭാരത് മിഷന് ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ താൻ. തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? സർ, ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത പരിപാടി? വജ്ര ഇപ്പോഴും ആ ഐസ് കോട്ടയുടെ അകത്ത് തന്നെയല്ലേ ഉള്ളത്? അല്ല എന്ന് മേജർ ഭക്ഷി തലയാട്ടി. എന്നാൽ താനതവിടെ കണ്ടതാണെന്ന് സഞ്ജയ് പറഞ്ഞു. മേജർ സത്യം വെളിപ്പെടുത്തി. അത് ഫേക്കാണ്. ശരിയായ വജ്ര മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ആ സ്ഥലം ഏതാണെന്ന് മേജർ ഭക്ഷിയോട് ചോദിച്ചത് വീരമണിയാണ്. അതിനുള്ള മറുപടി അയാൾ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു. ഒരു പുരാതനമായ ഐസ് കൊണ്ടുള്ളൊരു ഗുഹയ്ക്കുള്ളിലാണ് യഥാർത്ഥ വജ്ര അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. പറഞ്ഞാൽ അറിയുമായിരിക്കും. ദൗലാഗിരിയുടെ ഗർഭപാത്രം എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. സഞ്ജയുടെ നെറ്റിയിൽ സംശയത്തിന്റെ വരകൾ വീണു. ഇതൊക്കെ സാറിന് എങ്ങനെ അറിയാം? മേജർ ഭക്ഷി പോക്കറ്റിൽ നിന്ന് ഒരു പഴയ ഡയറി വലിച്ചെടുത്ത് അവരെ കാണിച്ചു. ആസാദ് ഭാരതിന്റെ ഫൗണ്ടർമാരിൽ ഒരാളുടേതാണ് ഈ ഡയറി. നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ള എല്ലാ ആർട്ടിഫാക്ട്സുകളെക്കുറിച്ചുള്ള സകല ഇൻഫർമേഷൻസും ഈ ഡയറിയിലുണ്ട്. ഇൻക്രെഡിബിൾ. ഞങ്ങൾക്ക് ഇത് വായിക്കാൻ കഴിയില്ലേ സർ? പിന്നെന്താ നമിത. പക്ഷെ അതിനൊക്കെ മുമ്പ് എനിക്ക് ആസാദ് ഭാരതിനെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. മേജർ ഭക്ഷി പഴയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. 10 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നടന്നൊരു സീക്രട്ട് മീറ്റിംഗിനെ കുറിച്ച് പറഞ്ഞാണ് ഭക്ഷി ആരംഭിച്ചത്. 3ാം ലോക മഹായുദ്ധം നേരിടേണ്ടി വന്ന് ഈ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന ആ സമയം. ഇതിനൊക്കെ ശേഷം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട ചിലരുണ്ടായിരുന്നു. അവരാണ് ആസാദ് ഭാരതത്തിന് അടിത്തറയിടുന്നത്. അന്നത്തെ മീറ്റിംഗിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. തീവ്രമായ ചർച്ചകൾ നടക്കുകയാണ്. നേതാക്കന്മാർ തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. 3ാം ലോക മഹായുദ്ധത്തിന് ശേഷം തങ്ങളുടെ രാജ്യവും പിളർന്ന് പലതാകുമെന്ന ആശങ്കയായിരുന്നു ഒന്നാമന് പറയാനുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ അതിനെ നേരിടണമെന്നും അയാൾ ചിന്തിച്ചു. അതിനുവേണ്ടി ഇന്നേ തയ്യാറാവണമെന്നറിയിച്ചപ്പോൾ അടുത്തയാൾക്ക് അതെങ്ങനെയെന്നായിരുന്നു അറിയേണ്ടിരുന്നത്. അങ്ങനെ ഒരു തകർച്ച നേരിടേണ്ടി വന്നാൽ ആളുകൾ ഒരിക്കലും പഴയതുപോലെ ഒന്നാകാൻ ആഗ്രഹിക്കില്ല എന്നൊരാശങ്ക കൂടി അയാൾ പറഞ്ഞു. മൂന്നാമൻ പരിഹാരമാണ് ചിന്തിച്ചത്. അങ്ങനെ ഒരവസ്ഥ ഇന്ത്യയിലുണ്ടായാൽ ജനങ്ങളുടെ ഓർമ്മകൾ ഉണർത്തി അവരെ ഒന്നു ചേർക്കാൻ പാകത്തിന് എന്തെങ്കിലും കരുതി വെക്കണമെന്ന് അയാൾ പറഞ്ഞു. മേജർ ഭക്ഷി തുടർന്നു. അന്നാണ് മഹാസ്ത്രയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. മുറിഞ്ഞുപോയ ഇന്ത്യയെ ഒന്നിച്ചു ചേർക്കാനുള്ള ആ 4 ആർട്ടിഫാക്ട്സുകൾ. അതായിരുന്നു തുടക്കം. മേജർ ഭക്ഷി പറഞ്ഞ ഫ്ലാഷ് ബാക്ക് കേട്ട് വിശ്വാസം വരാതെ കണ്ണുമിഴിച്ചിരിക്കുകയാണ് സഞ്ജയും കൂട്ടരും. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോ അങ്ങനെയാണ് ആസാദ് ഭാരതത്തിന്റെ തുടക്കം അല്ലേ മേജർ? പക്ഷെ സർ, എന്തുകൊണ്ടാ ഇത്രയും കാലം ഈ 4 ആർട്ടിഫാക്ട്സും പുറത്തെടുക്കാതെ ഒളിച്ചു വെച്ചത്? മേജർ ഒരു ചെറു പുഞ്ചിരിയോടെ നമിതയോട് കാര്യങ്ങൾ വ്യക്തമാക്കി. കാരണം നമ്മുടെ രാജ്യത്തിന് ശരിക്കും അവയുടെ ആവശ്യം വരുമ്പോൾ മാത്രമേ ആ ആർട്ടിഫാക്ട്സ് റിട്രീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇപ്പോഴാണ് ആ സമയം.
അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് വീരമണി ചോദിച്ചപ്പോൾ മറുപടി നൽകിയത് സഞ്ജയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഗുഹ കണ്ടെത്തണം. വി മസ്റ്റ് സെക്യൂർ ദ വജ്ര. സഞ്ജയ് പറഞ്ഞതിനോട് മേജർ ഭക്ഷിയും യോജിച്ചു. എന്നാൽ ആ മിഷൻ ഒരുപാട് അപകടം നിറഞ്ഞതാണെന്ന് അവനെ ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. നമിതയ്ക്ക് സംശയങ്ങൾ തീരുന്നുണ്ടായിരുന്നില്ല. അവളത് മേജർ ഭക്ഷിയോട് ചോദിച്ചു. സർ, വജ്രയുള്ള ആ കേവിനെ പറ്റി സാറിന് കൂടുതൽ എന്തേലും അറിയാമോ? യെസ് നമിത, ആ ഗുഹയ്ക്കുള്ളിൽ കയറി വജ്ര സ്വന്തമാക്കുന്നത് അത്ര എളുപ്പമല്ല. അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നാണ് ആ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത്. വജ്രയെ സംരക്ഷിക്കാനായി വളരെ പുരാതനമായ രീതിയിലുള്ള പല ട്രാപ്സും അതിനകത്തുണ്ട്. എന്നാൽ മേജർ ഭക്ഷി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ സഞ്ജയെ ഭയപ്പെടുത്തിയിരുന്നില്ല. അവൻ ഉത്സാഹത്തോടെ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഡോണ്ട് വെറി മേജർ, വി ആർ റെഡി ഫോർ ദ മിഷൻ. സഞ്ജയ് അത് പറഞ്ഞ അതേ നിമിഷം തന്നെ വീരമണിയും മുന്നോട്ടേക്ക് വന്നു. ഐ വിൽ കം വിത്ത് യു സഞ്ജയ്. എൻ്റെ മൗണ്ടനിയറിംഗ് സ്കിൽസ് ഈ ഒരു മിഷന് യൂസ്ഫുൾ ആകും. സോ ഐ എം കമ്മിങ് വിത്ത് യു. സോ ഞാൻ ബേസ് ക്യാമ്പിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്തോളാം. മൂവരും ഉത്സാഹത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. മേജർ അഭിമാനത്തോടെ അവരെ നോക്കി. അവരുടെ ആ തീരുമാനത്തിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തുവെങ്കിലും അവരുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് മേജർ ഭക്ഷിക്ക് പേടിയുണ്ടായിരുന്നു. ശരി സഞ്ജയ്, പക്ഷെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കണം. ജനറൽ ചന്ദ്രശേഖർ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. സോ നന്നായി സൂക്ഷിച്ചു വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. പോകാനൊരുങ്ങിയ സഞ്ജയ് തിരിഞ്ഞ് മേജർ ഭക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. സർ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. എന്നെങ്കിലും ജനറൽ ചന്ദ്രശേഖർ നമ്മുടെ ഈ മിഷനിൽ കൂടെ ചേരുമെന്ന് സാർ കരുതുന്നുണ്ടോ? മേജർ ഭക്ഷി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് സഞ്ജയെ നോക്കി. സഞ്ജയ്, തനിക്കൊരു കാര്യം അറിയൂ. ചില സമയങ്ങളിൽ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നുപോയവരെ തിരികെ കൊണ്ടുവരുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ബട്ട് യെസ്, പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക എന്നതാണല്ലോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. മേജർ ഭക്ഷിയുടെ സ്വരത്തിൽ ഒരു വേദന കലർന്നിട്ടുണ്ടോ എന്ന് സഞ്ജയ് സംശയിച്ചു. മേജർ പറഞ്ഞതുപോലെ പ്രതീക്ഷകൾ കൈവിടാതിരിക്കാം. പിന്നീട് പെട്ടെന്ന് തന്നെ മൂവരും പോവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. സഞ്ജയ് നേരെ നമിതയുടെ അടുത്തേക്ക് ചെന്നു. ഹേയ് നമിത, താൻ ആ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നോ? ഉവ്, ഞാൻ ആ കേവിന്റെ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട് സഞ്ജയ്. പക്ഷെ അവിടെ എത്തിപ്പെടുന്നത് നമ്മൾ കരുതുന്നത് പോലെ അത്ര ഈസിയൊന്നുമല്ല. അതാണൊരു പ്രശ്നം. അപ്പോഴേക്കും വീരമണി അവിടേക്ക് വന്ന് താൻ ക്ലൈംബിംഗ് ഗിയർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സഞ്ജയെ അറിയിച്ചു. പോരാത്തതിന് ആ ഭാഗങ്ങളിൽ തങ്ങൾ നേരിടാൻ പോകുന്ന ടെമ്പറേച്ചർ -40 താഴെയായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എല്ലാം കേട്ട സഞ്ജയ് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ തലയാട്ടി. ഗുഡ്, നമുക്കപ്പോ നാളെ പുലർച്ചെ തന്നെ എല്ലാം സെറ്റ് ചെയ്തേക്കാം അല്ലേ? വീരമണിയും നമിതയും അവൻ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് തലയാട്ടി. അന്ന് രാത്രി സഞ്ജയ് തന്റെ മുറിയിലിരുന്ന് മേജർ കൊടുത്ത ഡയറി വായിക്കുന്ന സമയത്താണ് നമിത അവനെ കാണാനായി അവിടേക്ക് ചെന്നത്. എന്താണ്, കാര്യമായ വായനയിലാണെന്ന് തോന്നുന്നല്ലോ. നമ്മുടെ ഡയറിയാണ്. ഇതിൽ വജ്രയെപ്പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാണോ ഈ രാജ്യത്തിന്റെ യൂണിറ്റി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് മാത്രമേ വജ്ര സ്വന്തമാക്കാൻ പറ്റൂവെന്ന്. ആൻഡ് താനാണ് ആ ആളെന്ന് സഞ്ജയ് കരുതുന്നുണ്ടോ? സഞ്ജയ് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയില്ല നമിത, പക്ഷെ എന്റെ രാജ്യത്തിന് വേണ്ടി ഈ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് അത് മാത്രമേ അറിയൂ. താൻ മാത്രമല്ലടോ, ഞങ്ങൾ ഓരോരുത്തരും അതിനായിട്ട് തന്നെ തയ്യാറായി നിൽക്കുന്നവരാ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോ ഇവിടെ നിൽക്കുന്നത്. അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. പിറ്റേന്ന് പുലർച്ചെ തന്നെ സഞ്ജയും കൂട്ടരും പോകാനായി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴേക്കും മേജർ ഭക്ഷി അവിടേക്കെത്തി. അവർ അദ്ദേഹത്തെ സെല്യൂട്ട് ചെയ്തതും അദ്ദേഹം അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. 3 പേരും ഒരു കാര്യം മനസ്സിൽ വച്ചേക്കണം. വജ്രയെ നേടിയെടുക്കുന്നത് മാത്രമല്ല പ്രധാനം, നിങ്ങൾ പോകുന്നിടത്തു നിന്ന് ലഭിക്കുന്ന അറിവുകളും അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ബി സേഫ് ഗൈസ്. സഞ്ജയ് ആത്മവിശ്വാസത്തോടെ മേജറിനെ നോക്കി പുഞ്ചിരിച്ചു. യെസ് സർ, ഞങ്ങൾ വജ്രയും കൊണ്ട് തന്നെ തിരിച്ചു വരും, എത്രയും പെട്ടെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സെല്യൂട്ട് ചെയ്ത് അവർ തങ്ങളുടെ മിഷൻ പൂർത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി. നമിത ബേസ് ക്യാമ്പിലിരുന്ന് അവരെ നയിച്ചു. മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്തുകൂടെയായിരുന്നു അവരുടെ പോക്ക്. അല്പം മുന്നോട്ടു പോയ വീരമണി ഒന്ന് നിന്ന് ദൂരേക്ക് വിരൽ ചൂണ്ടി. നോക്ക്, അതാണ് ധൗലാഗിരി പീക്ക്. അപ്പോഴേക്കും നമിതയുടെ ശബ്ദമെത്തി. ഗൈസ്,
നമുക്ക് കിട്ടിയിരിക്കുന്ന സാറ്റലൈറ്റ് ഇമേജ് പ്രകാരം നമ്മൾ അന്വേഷിക്കുന്ന ഐസ് കേവ് ആ കൊടുമുടിക്ക് താഴെ ആയിരിക്കണം. തങ്ങളുടെ ലക്ഷ്യസ്ഥാനം അടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയതും സഞ്ജയ് ആവേശത്തോടെ തന്റെ ടീമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അവർ ആ കൊടുമുടിയിലേക്ക് കയറാനുള്ള ശ്രമം ആരംഭിച്ചു. അപ്പോഴേക്കും കാറ്റിന്റെ ശക്തി കൂടി തുടങ്ങി. ഹിമപാതങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചു വേണം മുകളിലേക്ക് കയറാനെന്ന് വീരമണി സഞ്ജയോട് പറഞ്ഞു. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് സഞ്ജയ് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് എത്താം എന്ന് തീരുമാനിച്ചു. പൊടുന്നനെ അവരെ നടുക്കിക്കൊണ്ട് ഒരു വലിയ ശബ്ദം കേട്ടു. ലൈനിലുണ്ടായിരുന്ന നമിത പോലും വിറച്ചുപോയി. സഞ്ജയ് ആൻഡ് വീരമണി, വാട്ട് ഹാപ്പൻ? നിങ്ങൾ ഓക്കേ അല്ലേ? അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടത്. മുന്നോട്ട് നോക്കിയ സഞ്ജയുടെ കണ്ണുകളിൽ ഭയം തെളിഞ്ഞു. മഞ്ഞിന്റെ വലിയൊരു ഭാഗം തിരമാല പോലെ അവർക്ക് നേരെ ആർത്തുലച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഓ നോ, ഹിമപാതം! വീരമണി സഞ്ജയെ നോക്കി ഓടി രക്ഷപ്പെടാൻ അലറി വിളിച്ചു. എന്നാൽ തിരികെ ഓടാൻ സഞ്ജയ് തയ്യാറായിരുന്നില്ല. ഇല്ല വീര, നമുക്കങ്ങനെ ഓടിപ്പോകാൻ കഴിയില്ല. ആ ഗുഹ കണ്ടെത്തിയേ പറ്റൂ. സഞ്ജയ് തനിക്ക് നേരെ വരുന്ന ആ ഹിമപാതത്തിന് നേർക്ക് തന്നെ നീങ്ങാൻ തുടങ്ങി. ഇയർപീസിലൂടെ എല്ലാം കേൾക്കുകയായിരുന്ന നമിത ഭയത്താൽ അലറി വിളിച്ചു. ട്രസ്റ്റ് മീ നമിത. ആത്മവിശ്വാസത്തോടെ സഞ്ജയ് പറഞ്ഞതൊന്നും നമിതയെ സമാധാനപ്പെടുത്തിയില്ല. മുന്നോട്ട് നടക്കുന്ന സഞ്ജയെ കണ്ട വീരമണി പോലും ഭയന്നു വിറച്ചു. എന്നാൽ സഞ്ജയുടെ തൊട്ടരികിൽ ആ മഞ്ഞുമല എത്തിയതും അവനു ചുറ്റും അത്ഭുതകരമായ രീതിയിൽ ഒരു വെളിച്ചമുണ്ടായി. കണ്ടുകൊണ്ടിരുന്ന വീരമണിയെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഹിമപാതം അപ്രത്യക്ഷമായി. വീരമണിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കണ്ണുകൾ മിഴിച്ചു വന്നു. അപ്പുറത്ത് വേവലാതിയോടുകൂടിയുള്ള നമിതയുടെ ശബ്ദം സഞ്ജയ്ക്ക് കേൾക്കാമായിരുന്നു. സഞ്ജയും തനിക്ക് മുന്നിൽ കണ്ട കാഴ്ചയിൽ അമ്പരന്ന് നിൽക്കുകയാണ്. അവനും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓക്കെയാണ് നമിത, പക്ഷെ ഇതെന്താ ഇങ്ങനെയൊക്കെ? അപ്പോഴേക്കും വീരമണി അവന്റെ അരികിലേക്കെത്തി. ഹേയ് സഞ്ജയ്, ഇതിപ്പോ എന്താ ഇവിടെ നടന്നേ? സഞ്ജയ് അപ്പോഴും പകപ്പ് മാറാത്തതുപോലെ വീരമണിയെ നോക്കി. എനിക്കും ഒന്നും മനസ്സിലായില്ല വീര, പക്ഷെ ഇതൊക്കെ വജ്രയുടെ ബ്ലെസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും സമയം കളയാതെ മുന്നോട്ട് നീങ്ങി. എന്നാൽ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഐസ് ഫോർമേഷൻ കണ്ടപ്പോൾ അവിടെ നിൽക്കുകയും ചെയ്തു. വീരമണി അവർക്ക് മുന്നിലുള്ള ഒരു ഡോർ ചൂണ്ടിക്കാട്ടിയതും സഞ്ജയുടെ കണ്ണുകൾ വിടർന്നു. ദ വൂംബ് ഓഫ് ധൗലാഗിരി. നമ്മൾ എത്തിയിരിക്കുന്നു വീര. അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആ വാതിലിൽ ചിരപുരാതനമായ ചില സിംബലുകൾ കൊത്തിവച്ചിരുന്നു. അതവൻ നമിതയെ അറിയിച്ചു. അവൾ ആ സിംബലുകളെക്കുറിച്ച് കൂടുതൽ തിരക്കിയതും സഞ്ജയ് അവ പരിശോധിച്ചു. ഇതിന് ഒരുപാട് കാലത്ത് പഴക്കമുണ്ട് നമിത. മേ ബി ഇൻഡസ് വാലി സിവിലൈസേഷനേക്കാളും പഴക്കമുണ്ടെന്ന് തോന്നുന്നു. വീരമണി അടുത്ത മൂവിനെപ്പറ്റി ചോദിച്ചതും സഞ്ജയ് ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. നമുക്ക് അകത്തേക്ക് പോവാം വീര. അവിടെ നമ്മളെ കാത്ത് വജ്രയുണ്ട്. പുതിയ സാഹസികതയിലേക്ക് കാലുകുത്താൻ പോകുന്നതിന് മുൻപ് രണ്ടുപേരും ആ വാതിലിന് മുന്നിൽ നിന്ന് പരസ്പരം നോക്കി. സഞ്ജയും വീരമണിയും ധൗലാഗിരിയുടെ ഗർഭപാത്രമെന്ന് വിളിപ്പേരുള്ള ആ ഗുഹയുടെ വാതിലിന് മുന്നിൽ നിൽക്കുകയാണ്. ആ വാതിൽ അവർക്ക് മുന്നിൽ അടഞ്ഞുകിടക്കുന്നു. പുറത്താണെങ്കിൽ എല്ലുപോലും പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള തണുത്ത കൊടുങ്കാറ്റും. സഞ്ജയ് അകത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പോടെ ചെവിയിലെ ഇയർപീസിൽ വിരലമർത്തി. ഒപ്പം തന്നെ വീരമണിയെയും നോക്കി. നമിത, വീരമണി, ഐ യു റെഡി ഗൈസ്? എന്ത് വില കൊടുത്ത് നമുക്ക് ഈ വാതിൽ തുറക്കണം. ഇനി അഥവാ ഈ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് തകർത്തിട്ടാണെങ്കിലും നമ്മൾ അകത്തേക്ക് കയറും. നോ സഞ്ജയ്, ആ വാതിൽ ബ്രേക്ക് ചെയ്യുന്നത് ഏറ്റവും വലിയ അബദ്ധമാകും. ആ വാതിലിന്റേത് വളരെ പഴയ മെക്കാനിസോ. അവരെ അപകടത്തിലാക്കാൻ വരുന്ന ശത്രുവായി കണ്ട് അവര് നിങ്ങളെ നശിപ്പിച്ചു കളയും. അറിയാലോ, പിന്നെ ഈ ജന്മം വജ്രം നമുക്ക് നേടാൻ കഴിയില്ല. സാറ്റലൈറ്റ് ഇമേജസിൽ നിന്ന് അതെല്ലാം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ വാതിൽ എങ്ങനെ തുറക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവരുടെ ഉള്ളിൽ അവശേഷിച്ചു. വീരമണി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കിയതിനു ശേഷം ആ വാതിലിൽ ഉണ്ടായിരുന്ന സിംബലുകളുടെ ഫോട്ടോ എടുത്തു. നമിത, ഞാൻ ഇവിടെ കാണുന്ന ആ സിംബൽസിന്റെ ഫോട്ടോസ് തനിക്ക് അയക്കാം. അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുവോ? എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. നമിത വീരമണി അയച്ചു കൊടുത്ത പഴയ ലോക്കിംഗ് സിസ്റ്റവും വാതിലിന്റെ മുകളിലുള്ള സിംബലുകളുടെയും ഫോട്ടോസ് നന്നായി തന്നെ ചെക്ക് ചെയ്തു. ഈ സിംബൽസ് അതുപോലെ ഇതിന്റെ നിർമ്മാണ രീതി എല്ലാം ഒരു യുണീക് പാറ്റേണിലാ. അതിനെ നമ്മൾ കൃത്യമായ സീക്വൻസിൽ അറേഞ്ച് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. വീരമണി അപ്പോഴാണ്
എന്തോ ഒന്ന് ഓർത്തെടുത്തത്. ഞാൻ ഹെൽപ്പ് ചെയ്യാം സഞ്ജയ്. എനിക്ക് മുൻപെൻ്റെ ഗ്രാൻഡ് പാരൻസ് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യ്. നമിത അനലൈസ് ചെയ്ത കാര്യങ്ങളും വീരമണിയുടെ സഹായവും കൂടിയായപ്പോൾ സഞ്ജയ് ആ സിംബലുകൾ ഓരോന്നായി അമർത്തിക്കൊണ്ടിരുന്നു. അവസാനത്തെ സിംബൽ അമർത്തിയതും അത് ആക്ടിവേറ്റ് ആയി. ഒരു വലിയ ശബ്ദത്തോടെ കേവിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. 4 ഭാഗത്തു നിന്നും കല്ലുകൾ പതിയെ നിരങ്ങി മാറുന്നു. സഞ്ജയുടെ മുഖത്ത് ആവേശം കാണാമായിരുന്നു. നമിത, വാതിൽ തുറന്നു. സഞ്ജയും വീരമണിയും ആ ഇരുട്ടു പടർന്ന ഗുഹയിലേക്ക് കയറി. ആ ഗുഹയ്ക്കുള്ളിൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പോരാത്തതിന് കണ്ണിൽ കുത്തിയാൽ പോലും അറിയാത്തത്ര ഇരുട്ടും. സഞ്ജയ് ബാഗിൽ നിന്നൊരു റേഡിയം സ്റ്റിക്ക് പുറത്തേക്കെടുത്തു. അതിന്റെ വെളിച്ചത്തിൽ അവർ രണ്ടുപേരും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വീരമണി ചുറ്റും നോക്കി. ഈ ഗുഹ കണ്ടിട്ട് ഇതിന് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനേക്കാൾ പഴക്കമുണ്ടെന്ന് തോന്നുന്നു സഞ്ജയ്. കാറ്റിന്റെ ഗതി നോക്കുമ്പോൾ നമുക്ക് പോകേണ്ട വഴി അത്ര സുഖകരമായിരിക്കില്ല. വീരമണി പറയുന്നത് കേട്ടുകൊണ്ട് മുന്നോട്ട് നടന്ന സഞ്ജയ് ഒരു പടി മുന്നോട്ട് വച്ചതും ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു മൂർച്ചയുള്ള അമ്പ് അവന്റെ നേർക്ക് വന്നു. എന്നാൽ കൃത്യസമയത്ത് തന്നെ വീരമണി അവനെ തള്ളി മാറ്റിയതും അവർ രണ്ടുപേരും നിലത്തേക്ക് വീണു. 100 കണക്കിന് ഐസ് കൊണ്ടുള്ള അമ്പുകളാണ് ആ സെക്കൻഡിൽ അവരുടെ തലയുടെ മുകളിലൂടെ കടന്നുപോയത്. രണ്ടുപേരും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. സഞ്ജയ് നന്ദിയോടെ വീരമണിയെ നോക്കി. ഇതേതോ പഴയ ട്രാപ്പാണ് വീര. താനൊരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ഞാൻ തീർന്നേനെ. താങ്ക്സ് വീര, താങ്ക് യു സോ മച്ച്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ആക്റ്റീവായത്? നമ്മുടെ പൂർവികരുടെ കയ്യിൽ ഇതിനു മാത്രമുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിരുന്നു. സഞ്ജയ്ക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ആ സമയത്താണ് മുൻപ് മേജർ ഭക്ഷിയുമായി ഉണ്ടായ ഒരു സംഭാഷണം അവൻ ഓർത്തെടുത്തത്. അന്ന് മേജർ ചില കാര്യങ്ങൾ അവനോട് പറഞ്ഞിരുന്നു. ഭാവി അനിശ്ചിതത്വത്തിലായപ്പോഴാണ് നമ്മുടെ പൂർവികർ ഇതുപോലുള്ള ആർട്ടിഫാക്ട്സ് കോൺട്രാക്ട് ചെയ്തെടുത്തത്. അവർ ഓരോ വഴിയിലൂടെ ശേഖരിച്ച അറിവുകളിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തു. ഒരു കാലത്ത് നമ്മുടെ നാഗരികത നാശത്തിലേക്കാണെന്ന് അവർക്കറിയാമായിരുന്നു. അവർ തങ്ങളുടെ യോഗയുടെ പവർ മുഴുവൻ മഹാസ്ത്രത്തിൽ ഉൾക്കൊള്ളിച്ചു. എന്നാൽ തെറ്റായ കൈകളിൽ എത്തിയാൽ അത് ന്യൂക്ലിയർ പവറിനേക്കാളും അപകടകരമായ ആയുധമായി മാറുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ശേഷവും ആരും മഹാസ്ത്രത്തിലേക്ക് എത്താതിരിക്കാനാണ് ഇത്രയും കനത്ത സുരക്ഷയിൽ അവരത് സൂക്ഷിക്കുന്നത്. അത്രയേറെ യോഗ്യനായ ഒരുവന് മാത്രമേ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. മേജർ ഭക്ഷി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് സഞ്ജയ് മുന്നോട്ടേക്ക് കാലുവച്ചതും അവരുടെ കാൽക്കീഴിൽ ഒരു വാതിൽ തുറക്കുകയും അവർ അതിലേക്ക് വീണു പോവുകയും ചെയ്തു. വീരമണി പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. ഈ സ്ഥലം ആകെ പ്രശ്നമാ സഞ്ജയ്. നമുക്കിവിടെ ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ ചുമരുകൾ ഇങ്ങനെ ഞെക്കി കൊല്ലാൻ വരുന്നത് പോലെയുണ്ട്. സഞ്ജയ്, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് അകത്തേക്ക് പോകണം. അവിടെ ചില മൂവ്മെന്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഇനിയും വൈകിയാൽ നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് കുടുങ്ങിപ്പോവും. സഞ്ജയും വീരമണിയും തങ്ങളുടെ ട്രെയിനിങ് സമയത്ത് പഠിച്ച ചില അടവുകൾ പയറ്റി അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. സഞ്ജയ് പുറത്തു കടന്ന അതേ സമയം തന്നെ ആ ഗുഹ അടഞ്ഞ് ചുമരുകളെല്ലാം ഒന്നായി മാറി. ആ രക്ഷപ്പെടലിനിടയിൽ അവർക്ക് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗുകളെല്ലാം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ ശരീരത്തിൽ വെച്ചിരുന്ന ആയുധങ്ങൾ മാത്രമേ ഇപ്പോൾ സഞ്ജയുടെയും വീരമണിയുടെയും കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. അവർ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വലിയ ഹാളിലേക്കായിരുന്നു. അതവൻ നമിതയെ അറിയിച്ചു. ഓക്കേ സഞ്ജയ്, എനിക്ക് കാണാം. അതിന്റെ അടുത്തെവിടെയോ തന്നെ വജ്രയുണ്ട്. പെട്ടെന്നാണ് ചുറ്റും ഒരു ശബ്ദം മുഴങ്ങിയത്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഒന്നിച്ചു നിന്നു. ആ സമയത്താണ് ചുറ്റിനും ഏതോ എണ്ണയുടെ ഗന്ധം പരക്കുന്നത് പോലെ അവർക്ക് തോന്നിയത്. സഞ്ജയ് തന്റെ കയ്യിലുണ്ടായിരുന്ന റേഡിയം സ്റ്റിക്ക് ഉയർത്തിപ്പിടിച്ചു. അവിടെ ഏതാണ്ട് 8 അടി ഉയരത്തിലുള്ള ഒരു യാന്ത്രിക സിംഹം നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ വായിൽ നിന്ന് വെളുത്ത പുക വമിക്കുന്നുണ്ട്. സഞ്ജയ് അതെന്താണെന്ന ഭാവത്തിൽ വീരമണിയെ നോക്കി. വീരമണി പരിഭ്രാന്തിയോടെ കാര്യം പറഞ്ഞു. നമ്മൾ കുടുങ്ങി സഞ്ജയ്. എൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട്. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന വംശനാശം സംഭവിച്ച മഞ്ഞുസിംഹമാണിത്. ഇത് പക്ഷെ യന്ത്രത്തിൻ്റെതാണെന്നേ ഉള്ളൂ. അവൻ വജ്രയുടെ പ്രൊട്ടക്ടറാ. അവനെ നേരിട്ടേ പറ്റുള്ളൂ. ആ സിംഹങ്ങൾ പക്ഷെ അനങ്ങാത്തത് എന്താണെന്ന് ചിന്തിക്കുകയായിരുന്നു സഞ്ജയ്. പക്ഷെ അവ ഇപ്പോഴും ഞങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ. ഒറ്റ ചാട്ടത്തിന് ഞങ്ങളെ തീർക്കാനാവുന്നതേ ഉള്ളൂ. നമിത, എന്തേലും ചെയ്ത് ഇതിനൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്നാണ് ആ സിംഹങ്ങൾ ഒരു ചുവട് പിറകിലേക്ക് മാറിയത്. അതിനുശേഷം സഞ്ജയുടെയും വീരമണിയുടെയും മേലേക്ക് എടുത്തു ചാടി. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ഇരുവരും സിംഹങ്ങളുടെ അടുത്ത് നിന്ന് ഉരുണ്ടു മാറുകയായിരുന്നു. അവർ മറ്റൊരു കോണിലേക്ക് എത്തിപ്പെട്ടു. നമിത, ഐ നീഡ് യുവർ ഹെൽപ്പ്. സഞ്ജയ്, അവരുടെ
ദേഹത്ത് ഒരു ഡിവൈസ് കണക്ട് ചെയ്യണം. അപ്പൊ എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാനുള്ള ആക്സസ് കിട്ടും. പക്ഷെ നമിത, അതെങ്ങനെ? സഞ്ജയ് സംശയത്തോടെ വീരമണിയെ നോക്കി ആംഗ്യം കാണിച്ചു. വീരമണി പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ഡിവൈസ് എടുത്ത് സഞ്ജയ്ക്ക് നേരെ നീട്ടി. സഞ്ജയ് കാളപ്പോരിന് പോകുന്ന ഒരു പോരാളിയെപ്പോലെ ആ സിംഹത്തിന്റെ മുന്നിലേക്ക് നിന്നു. കിട്ടിയ അവസരം പാഴാക്കാതെ തന്നെ അവനൊരു കല്ലെടുത്ത് ആ സിംഹത്തിന് നേർക്കെറിഞ്ഞു. സിംഹം അവന്റെ നേർക്ക് വന്നതും സഞ്ജയ് പെട്ടെന്ന് തെന്നിമാറി. ആ സിംഹത്തിന്റെ വയറ് അവനു മുന്നിലായതിനാൽ തന്നെ സഞ്ജയ് എളുപ്പത്തിൽ ആ ഡിവൈസ് അതിന്റെ ദേഹത്തേക്ക് ഫിക്സ് ചെയ്തു. അതറിഞ്ഞതോടെ നമിത ആ സിംഹത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. രണ്ടാമത്തെ സിംഹം സഞ്ജയെ ആക്രമിക്കാൻ ഒരുങ്ങിയതും ആദ്യത്തെ ആൾ അവനെ പിടികൂടി നിമിഷ നേരം കൊണ്ട് തന്നെ അവനെ കീറി മുറിച്ചു കളഞ്ഞു. ആ സിംഹത്തിന്റെ യന്ത്രഭാഗങ്ങളിൽ നിന്ന് വീരമണിക്ക് ഒരു താക്കോൽ ലഭിച്ചു. വീരമണി അത് സഞ്ജയ്ക്ക് നേരെ നീട്ടി. വീരമണി മുന്നോട്ട് നടന്നപ്പോഴാണ് വലിയൊരു ശബ്ദം അവർ കേട്ടത്. അപ്പോഴേക്കും നമിതയുടെ പരിഭ്രാന്തിയോടെയുള്ള ശബ്ദം അവരുടെ കാതുകളിലെത്തി. ഹിമപാതം വരുന്നുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരിടമില്ല സഞ്ജയ്. സഞ്ജയ്, താക്കോൽ കിട്ടി. ആ റൂട്ട് ഇവിടെ എവിടെയുണ്ട്, ദേ നോക്ക്. ഹിമപാതം വരുന്നത് കണ്ടതും സഞ്ജയും വീരമണിയും ഗുഹയുടെ മതിലുകളിലേക്ക് പറ്റിപ്പിടിച്ച് കയറാൻ ശ്രമിച്ചു. പക്ഷേ ആ ഹിമപാതത്തിന്റെ വരവിന്റെ ശക്തിയിൽ വലിയ ഐസുകട്ടകൾ താഴേക്ക് വീഴാൻ തുടങ്ങി. അതോടുകൂടി അവർക്ക് വജ്രയിലേക്ക് എത്താനുള്ള വാതിൽ അടയുകയും ചെയ്തു. ഈ പ്രശ്നം അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കുകയില്ല എന്ന് സഞ്ജയ്ക്ക് തോന്നി. അപ്പോഴേക്കും നമിതയുടെ ശബ്ദം അവന്റെ ചെവിയിലേക്കെത്തി. സഞ്ജയ്, വേറൊരു പ്രോബ്ലം കൂടിയുണ്ട്. ഹിമപാതം കാരണം നമ്മുടെ വ്യോമപാതകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. ഇല്ലെങ്കിൽ അതിനുള്ളിൽ കിടന്ന് നിങ്ങൾ ശ്വാസം മുട്ടി മരിച്ചു പോവും. അതുകൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക. വീരമണി അപ്പോഴും ആലോചനയിലായിരുന്നു. അയാൾ സഞ്ജയെ നോക്കി. ഒരു സിംഹത്തെ കൺട്രോളിലാക്കി, ചാവിയും കിട്ടി. പക്ഷെ വഴി അടഞ്ഞുപോയി. ഇതുണ്ടാക്കി വെച്ചവർ തന്നെ ഇത് തുറക്കാനുള്ള ഏതെങ്കിലും ഒരു വഴിയും ആലോചിച്ചിട്ടുണ്ടാവും. വീരമണി ഇത്തരത്തിൽ ചിന്തിച്ചു നിൽക്കുന്നതിനിടയിലാണ് ആ സിംഹം ഒന്ന് നീങ്ങി തുടങ്ങുന്നത് പോലെ അവർക്ക് തോന്നിയത്. അതിന്റെ കൺട്രോൾ നമിതയുടെ കയ്യിലായിരുന്നതിനാൽ അവർ അവളെയാണ് സംശയിച്ചത്. എന്നാൽ അവൾ ഒന്നും ചെയ്യാതെ തന്നെയാണ് ആ സിംഹം അനങ്ങിയിരിക്കുന്നത്. സഞ്ജയ്ക്ക് പെട്ടെന്നൊരു ഭയം തോന്നി. ഇനിയും കയറി നമ്മളെ അറ്റാക്ക് ചെയ്യുമോ വീര? വീരമണി സഞ്ജയുടെ ചോദ്യം കേട്ട് നോക്കിയപ്പോഴാണ് ആ സിംഹം അവരുടെ അടുത്തേക്ക് നീങ്ങി വന്ന് അതിന്റെ നഖങ്ങൾ കൊണ്ട് നിലത്തൊരു കുഴി ഉണ്ടാക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് എന്തോ ഒന്ന് വീരമണിയുടെ കണ്ണിൽ തടഞ്ഞത്. സഞ്ജയ്, ദേ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ ലിപിയ. ഒരു മിനിറ്റ്, ഐ ക്യാൻ റീഡ് ഇറ്റ്. യെസ്, ഇതാ മഹാസ്ത്രയെക്കുറിച്ചാ. സഞ്ജയ് പെട്ടെന്ന് അതിലേക്ക് നോക്കി. എന്താ വീര എഴുതിയിരിക്കുന്നത്? പെട്ടെന്ന് നോക്ക്. ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ സിംഹം മെഷീനാണ്. നമ്മുടെ കാര്യം അങ്ങനെയല്ല, അത് ഓർമ്മ വേണം. വീരമണി സിംഹം കാണിച്ചു കൊടുത്ത വരികൾ വായിക്കാൻ തുടങ്ങി. പണ്ടെപ്പോഴോ ഒരുപാട് ശക്തികളുള്ള ഒരു യോഗി തന്റെ ശക്തികൾ ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാക്കിയെടുത്തതാണ് ഈ വജ്ര. പിന്നീടത് അന്നത്തെ കാലത്തെ ഒരു ലോഹവുമായി ബന്ധിപ്പിച്ചു. അതുകൊണ്ടാണ് വജ്രയ്ക്ക് ആളുകളെ ഒന്നിച്ചു ചേർക്കാനുള്ള ശക്തി ലഭിച്ചത്. സഞ്ജയ്ക്ക് പണ്ടെപ്പോഴോ കേട്ടുമറന്ന മഹർഷി ദദീജിയുടെ കഥ ഓർമ്മ വന്നു. ഇനി ഈ പറഞ്ഞ യോഗി അദ്ദേഹമായിരിക്കുമോ എന്ന സംശയം അവൻ പ്രകടിപ്പിച്ചപ്പോൾ വീരമണി ഒന്ന് ചിരിച്ചു. നമ്മൾ കേട്ടുമറന്ന കഥകളെല്ലാം തന്നെ ഒരു കാലത്ത് യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്ന് വീരമണി അവനോട് പറഞ്ഞു. ഉഫ്, നമ്മുടെ ഈ പൂർവികർ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? അതൊക്കെ വിട്. ഇപ്പോൾ തൽക്കാലം വജ്ര എടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. യെസ്, ഐ ഗോട്ട് ആൻ ഐഡിയ. നമിത, ഇവൻ ഇതെല്ലാം എഴുതിയെടുക്കുന്നത് വരെ ഈ സിംഹത്തെ നിന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? സഞ്ജയ്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് സ്നോ ലൈനാണ്. ഇവർക്ക് മഞ്ഞിൽ വഴിയുണ്ടാക്കാനുള്ള കഴിവുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ കുഴിച്ചു തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് കടക്കാം. ഒരു തുരങ്കം പോലെ ഒരു വഴി. സഞ്ജയ് പറഞ്ഞ് അല്പം കഴിഞ്ഞതും ആ സിംഹം നിലം കുഴിച്ചു തുടങ്ങി. ഓക്സിജൻ ലെവൽ താഴുന്നതുകൊണ്ട് തന്നെ സഞ്ജയ്ക്കും വീരമണിക്കും ശ്വസനം നിയന്ത്രിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ നമിതയുടെ ശബ്ദമെത്തി. അതെ, വഴിയുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. രണ്ടാളും മുട്ടി നടന്നു പോവേണ്ടി വരും. ചെറിയ വഴിയാ. കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ ചിലപ്പോ പൊട്ടിപ്പോവും. അത് മനസ്സിൽ വെച്ചേക്ക്. നമിത പറഞ്ഞതോടെ രണ്ടുപേരും മുട്ടുകുത്തി ആ തുരങ്കത്തിനകത്തേക്ക് കയറാൻ തുടങ്ങി. മുന്നോട്ടേക്ക് വെക്കുന്ന ഓരോ ചുവടിനും 100 ചുവടിന്റെ വിലയുണ്ടെന്ന് തോന്നിപ്പോയി അവർക്ക്. അകത്തേക്ക് കടക്കുംതോറും ശ്വാസമെടുക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ തന്റെ രാജ്യത്തിന് വേണ്ടി, തന്റെ ഭാവിക്ക് വേണ്ടി, തന്റെ അതിജീവനം,
പ്രധാനമാണെന്ന് സഞ്ജയ് മനസ്സിൽ ഉറപ്പിച്ചു. എങ്ങനെയൊക്കെയോ രണ്ടാമത്തെ മുറിയിലേക്ക് കടന്നപ്പോൾ അവിടെ ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമുണ്ടായിരുന്നു. അതൊരു മുനിയുടെ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിന്റെ കയ്യിലായിരുന്നു അവരന്വേഷിച്ചു വന്ന വജ്ര. അതിനൊരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. സഞ്ജയ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ ആ സിംഹത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോഴേക്കും ആ സിംഹം നമിതയുടെ കൺട്രോളിൽ നിന്ന് വിട്ട് ആ വിഗ്രഹത്തിന്റെ അടുത്ത് ചെന്ന് കിടന്നു. സഞ്ജയ്, എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വജ്ര കാണിച്ചു തന്നതോടെ അവന്റെ ജോലി കഴിഞ്ഞെന്നാ തോന്നുന്നു. സഞ്ജയ് ഒന്ന് നിശ്വസിച്ചു. ഫൈനലി നമുക്ക് വജ്രയും കൊണ്ട് പുറത്തേക്ക് പോകാം വീര. സഞ്ജയ് നേരെ ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഐസ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ഒരു മഹർഷി സമാധിയെടുത്തതുപോലെ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിന്. സഞ്ജയ് വജ്ര എടുക്കുന്നതിനായി കൈ നീട്ടിയതും അതൊന്ന് അസാധാരണമായി തിളങ്ങി. ഒരു ഇടിമിന്നൽ ഉണ്ടായതോടെ സഞ്ജയ്ക്ക് ഷോക്കടിച്ചതുപോലെ തെറിച്ച് പുറകിലേക്ക് വീണു. വീരമണി ഓടിക്കൊണ്ടവന്റെ അരികിലേക്ക് എത്തിയതും സഞ്ജയ് ആ വിഗ്രഹത്തിലേക്ക് വിരൽ ചൂണ്ടി. ഒരു മുഴക്കത്തോടെ ആ വിഗ്രഹം എഴുന്നേറ്റ് നിൽക്കുന്നത് അവർ കണ്ടു. അതിൽ നിന്ന് മഞ്ഞു പൊഴിയുന്നുണ്ടായിരുന്നു. വീരമണി അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു. മേ ബി വജ്രയുടെ പ്രൊട്ടക്ടറായിരിക്കും. സഞ്ജയ് ആകമടുത്തതുപോലെ തലയാട്ടി. എന്റെ ദൈവമേ, ഈ പരീക്ഷണങ്ങൾക്കൊരു അവസാനമില്ലേ? സഞ്ജയ്, നിങ്ങൾക്ക് മുന്നിലുള്ളത് വലിയൊരു ആയുധമാണ്. അതങ്ങനെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുമെന്ന് കരുതുന്നത് തന്നെ വിട്ടിത്തമല്ലേ? ആ വിഗ്രഹം അപ്പോൾ നിൽക്കുന്ന പൊസിഷനിലായിരുന്നു. അതിന്റെ കണ്ണുകളിൽ നിന്ന് തീ വരുന്നത് പോലെ തോന്നിപ്പോയി സഞ്ജയ്ക്ക്. ഒരു കൈയിൽ വജ്രയുമായി ഒരു യോദ്ധാവിനെ പോലെ നിൽക്കുകയാണ് അയാൾ. ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് പോലെ. അയാൾ വജ്ര സഞ്ജയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ചു. തന്നോട് വഴക്കിടാനാണോ അയാളുടെ ഉദ്ദേശമെന്ന് സഞ്ജയ് സംശയിച്ചു. വീരമണിയാണെങ്കിൽ സഞ്ജയ് അയാളെ തോൽപ്പിച്ച് ആ വജ്ര സ്വന്തമാക്കണമെന്നുള്ള അഭിപ്രായത്തിലായിരുന്നു. സഞ്ജയ് ഒന്ന് ചിരിച്ചു. ശരി, എന്റെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പൂർവികന്മാരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്ന ചെയ്തല്ലേ പറ്റൂ. അതിനുവേണ്ടി എന്റെ ജീവൻ പണയം വെക്കേണ്ടി വന്നാൽ പോലും ഞാനത് ചെയ്യും. അപ്പോഴേക്കും അപ്പുറത്തു നിന്ന് നമിതയുടെ ആത്മവിശ്വാസത്തോടെയുള്ള ശബ്ദം കേട്ടു. സഞ്ജയ്, ജസ്റ്റ് റിമെമ്പർ വൺ തിങ്. ഏത് സിറ്റുവേഷൻ ആയാലും സഞ്ജയ്ക്ക് തോൽവി എന്നൊന്നും ഉണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്വപ്നവും ഭാവിയും എല്ലാം നിങ്ങളുടെ വിജയത്തെ ആശ്രയിച്ച സഞ്ജയ്. സോ നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല. ആ മഞ്ഞുഗുഹയുടെ സംരക്ഷകനായ യോഗി സഞ്ജയുടെ മുന്നിൽ തലകുനിച്ചു. ശേഷം തന്റെ കയ്യിലെ വജ്രയുമായി സഞ്ജയുടെ മേലേക്ക് ചാടി വീണു.